ഈ മുൻ ആരോഗ്യ ഡയറക്ടർ സരിത ശിവരാമന്റെ പോസ്റ്റ് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി എന്നാണ് അറിയുന്നത് CPM-നകത്ത്. അതായത് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറിനെ പ്രശംസിച്ചുകൊണ്ടൊക്കെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. എന്താണ് അതായത് വിജയ്, ഈ ശൈലജ ടീച്ചർ വീണ്ടും ഇപ്പോൾ ചർച്ചയാകും. CPM-നകത്ത് ഒന്നാമത് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പിലെ വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കി പുതിയൊരു ടീമിനെ മന്ത്രിമാരായി കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി മാറിയില്ല, മന്ത്രിമാരെല്ലാം പുതിയത്, രണ്ടാം നിര ആൾക്കാരെ വെക്കുന്നു, എന്തോ ഒരു വലിയ കാര്യം താൻ ചെയ്യുന്നു എന്ന് പാർട്ടിക്കകത്ത് പിണറായി എന്നൊരു കള്ളത്തരം കാണിച്ചതാണ്. കാര്യം ആ മന്ത്രിസഭയിലെ ഒന്നോ രണ്ടോ ആൾക്കാരെയെങ്കിലും പിണറായി കള്ളത്തരം കാണിച്ചെന്നില്ല, ഈ പാർട്ടി കണ്ടെത്തിയ ഒരു ന്യായമായിരുന്നു. കാര്യം ബംഗാളില് 3 തവണ അവർ ജയിച്ചപ്പോഴത്തേക്ക് 3 തവണ അവര് 3 അല്ല, എത്ര വർഷം, 20 വർഷത്തിന് മേലെ അവർ ഭരിച്ചില്ലേ അവിടെ ബംഗാളിൽ? 30 വർഷം ഭരിച്ചില്ലേ? 20 വർഷം ക്ഷമിക്കുക, 20 വർഷം. ഈ ബംഗാളില് ഓരോ ഭരണം വരുമ്പോഴും മന്ത്രിമാരെ മാറ്റാത്തത് കൊണ്ട് പരാജയം ഉണ്ടായെന്നാണ് ഇവരുടെ തീരുമാനമായിരുന്നത്. അപ്പൊ ബംഗാളിൽ ഉണ്ടായതുപോലെ ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള ഒരു മുൻവിധിയിലാണ് ഇവിടുത്തെ മന്ത്രിമാരെ മാറ്റിയത്. ബംഗാളിന്റെ ഭൂമിശാസ്ത്രം വേറെ, ബംഗാളിലെ ജനം വേറെ, കേരളത്തിലെ ജനം വേറെ. അവിടെ കഴിക്കുന്നത് ചപ്പാത്തിയും കിഴങ്ങേറിയായിരിക്കും. ഇവിടെ നമ്മൾ നല്ല A ക്ലാസ് ചോറും കറിയുമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ബംഗാളിക്ക് ബുദ്ധി കൂടുതലെന്നാണ് വടക്കേ ഇന്ത്യയിലേക്കുള്ള സംസാരം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ നാടല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അവിടുത്തെ ഒരു രീതി ഇവിടെ അവലംബിക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെ കുറെ രണ്ടാം നിര നേതാക്കൾ അദ്ദേഹത്തിന് സ്തുതി പാടിയിരുന്ന, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും പിന്നെ വിജയുമാണ് സംസാരിച്ചത്, ബാലഗോപാലിനെ അടുത്ത അവരുടെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ അടുത്ത പിണറായി വിജയന് ശേഷം കേരളത്തിൽ ഒരു മുഖ്യ കാണിക്കാൻ പോകുന്ന ഒരു നേതാവ് ബാലഗോപാല്, രാജീവ്, MP രാജേഷ്, ഈ പറയുന്ന സ്പീക്കർ ഷംസീർ, ഇങ്ങനെ കുറെ പേരെ കൊണ്ടുവച്ചപ്പോ ഒരു കഴിവും എന്താ പറയാ ഇത്തിരി കഴിവും പരിചയമുള്ള 1-2 മന്ത്രിമാരെ വെക്കണമായിരുന്നു. അതിലൊന്ന് KK ശൈലജ, 2 ഈ പറയുന്ന പോലെ പോട്ടെ കടകംപള്ളി സുരേന്ദ്രൻ. ഇത് എന്റെ സജഷൻ ഒന്നുമല്ല, നമ്മൾ ഇത് പറയുകയാണ്. ശൈലജ ഓക്കെ, വേറെ ആരെല്ലാം ഉണ്ടായിരുന്നു? സുധാകരനിലായിരുന്നു, G സുധാകരൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ശൈലജ ടീച്ചറെ ബോധപൂർവം മാറ്റി അല്ലെ? ശൈലജ ടീച്ചറിന് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് വിജയ്ക്കറിയാം. ഈ നിപ്പയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്ത് ഭംഗിയായിട്ടാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാം. ശൈലജ ടീച്ചർ അന്ന് നടത്തിയ ഒരു പത്രസമ്മേളനത്തിന് ശേഷം പിന്നെ ആ മൈക്ക് പിടിച്ചു മാറ്റിയിട്ട് ദിവസവും വൈകുന്നേരം ഈ പറയുന്ന കാരണവർ വന്നിരുന്ന് പറയുകയായിരുന്നു അല്ലെ. അവിടെ മുതൽ കാരണവരുടെ കൂടെയുള്ളവര് കണ്ണൂരുകാരിയാണെങ്കിൽ പോലും അവരെ നോട്ടമിട്ട് തുടങ്ങി. കാര്യം അവർക്ക് കിട്ടിയ ഹൈപ്പ് ഭയങ്കരമായിരുന്നു. അതൊരു പഴയ കഥ. എന്നാൽ ഇപ്പൊ അടുത്തു വരുന്നത്, ഈ സംസ്ഥാന സമ്മേളനം നടന്ന സമയത്ത് മുഹമ്മദ് റിയാസിനെ ഈ പറയുന്ന പോലെ സെൻട്രൽ കമ്മിറ്റിയിൽ CC-യിലോട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മരുമോനെ CC-യിലോട്ട് കയറ്റണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ 72 വയസ്സിന്റെ പരിധി ഉണ്ടാക്കിയത് അറിയാമല്ലോ. പാർട്ടിക്കകത്ത് അംഗത്വം 72 അല്ലെങ്കിൽ 75 വയസ്സിന് ശേഷം പാടില്ല എന്ന് ഉണ്ടാക്കിയ എന്തിനായിരുന്നു? സുധാകരനെ വെട്ടുക. അദ്ദേഹത്തിന് മുന്നിലേക്ക് ആരും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെ CC മെമ്പർ ആകാനായിട്ട് ഈ പറയുന്ന രീതിയിൽ റിയാസ് വന്നപ്പോൾ, റിയാസ് വന്നു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറിന് കയറാൻ പറ്റില്ല. റിയാസിനെയും ശൈലജ ടീച്ചറിനെയും കയറാതിരിക്കാനാണ് ശ്രീമതി ടീച്ചറെ ഇതിനകത്തോട്ട് കയറ്റിയത്. എന്നിട്ട് ശ്രീമതി ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചൊരു കഥ ഉണ്ടായ ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ശൈലജ ടീച്ചറിനെ ദ്രോഹിച്ച മറ്റൊരു കഥ അറിയാമോ? ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ വടകര നിർത്തിയിട്ട് ഈ പറയുന്ന കാഫിർ പ്രയോഗം CPM-ന്റെ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവാണ് വാട്സപ്പിൽ ഗ്രൂപ്പിലിട്ടത്, അറിയാമല്ലോ. അങ്ങനെ ഈ പാവപ്പെട്ട ടീച്ചറിനെ ദ്രോഹിക്കാവുന്ന പരമാവധി ഈ പാർട്ടി ദ്രോഹിച്ചിട്ടുണ്ട്. വിജയേട്ട എന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ പോലും ഈ പിണറായി വിജയൻ വളരെ മോശമായിട്ട് അദ്ദേഹത്തോട് സഖാവ് വിജയൻ, പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മളെ പിണറായി എന്ന് പറയുള്ളൂ. അദ്ദേഹത്തിന്റെ നാട്ടിലെ വിജയൻ എന്ന് എല്ലാവരും പറയുള്ളൂ, വിജയേട്ടൻ അല്ലെങ്കിൽ വിജയൻ. കാര്യം പിണറായി തന്നെയുള്ള അദ്ദേഹത്തിനെ അറിയുന്ന നിരവധി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹം വലിയ ആളായിരിക്കും, ഈ നാട്ടുകാർക്ക് അങ്ങനെ ഒന്നുമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരവും അല്ലെങ്കിൽ മറ്റു ജില്ലകളിലും കേരള മുഖ്യമന്ത്രിയാണ്, ഞങ്ങൾക്കൊന്നുമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള പിണറായിക്കാരായ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. എത്ര തന്നെ വിജയ് ഒരു കഴിവുള്ള ആളിനെ കോർണർ ചെയ്യാൻ ശ്രമിച്ചിരുന്നാൽ, ഒരു വിത്തിനകത്തൊളിച്ചിരിക്കുന്ന ആ ഒരു ജീവൻ, ഒരു വിത്തിനകത്തൊരു ജീവൻ ഉണ്ടാകും. നമ്മൾ നടാൻ പോകുന്ന ഒരു വിത്തിനകത്ത് ആ ജീവൻ ഇങ്ങനെ എന്നായാലും പൊങ്ങി വരും. അതേപോലെ ശൈലജ ടീച്ചർ പൊങ്ങി വരാൻ പോകുന്നു. ശൈലജ ടീച്ചർ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി CPM-ന് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ പറയും. വരും. കാരണം അല്ലെങ്കിൽ അത് വരും, ഇല്ലെങ്കിൽ രാധാകൃഷ്ണൻ എന്ന MP-യെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടി വരും. കാര്യം CPM-ന് മൂന്നാമതൊരിക്കൽ കൂടെ ഭരണം വരേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. കാര്യം അവർ കാണിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ ഇനി വരുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് ആയിരുന്നാലും വേറെ ആര് വന്നാലും വിജയ് പിടിച്ചാലുണ്ടല്ലോ,
ഈ നേതാക്കന്മാർ ആടപ്പടല പൂട്ടത്തക്ക രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും. ഒന്ന്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. രണ്ട്, ആ ഉദ്യോഗസ്ഥന്റെ മരണം. ആരുടെ? നമ്മുടെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണം. നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ അടപടല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങള് ഈ ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രി നല്ല നട്ടലുള്ള കോൺഗ്രസ്സുകാരനായ ആഭ്യന്തരമന്ത്രിയാണെന്നുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നത്. പണ്ട് തിരുവഞ്ചൂർ ഇരുന്ന് ഓർമ്മയുണ്ടല്ലോ. തിരുവഞ്ചൂർ ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസില് ആ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് വിജയ്ക്ക് അറിയാലോ. ആ പിടിക്കാൻ പോയി പോലീസ് ഉദ്യോഗസ്ഥർ, ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നവര് പോയി ഈ പറയുന്ന കിർമാണി മനോജ് ഉൾപ്പെടെ കള്ളം കുടിച്ച് ആ പാർട്ടി ഗ്രാമത്തില് അർമാദിച്ച് ജീവിച്ചവന്മാര്. ഇവര് ഡമ്മി പ്രതികളെ കൊടുക്കുന്ന ആശാന്മാരാണ്, അറിയാമല്ലോ. അവിടെ കയറി പിടിച്ചതാണ്. രായ്മാനം തിരുവഞ്ചൂരിന്റെ കയ്യിൽ നിന്ന് മാറ്റി ആരെ കൊടുത്തു? രമേശ് ചെന്നിത്തലയെ കൊടുത്തു. അന്ന് ആഭ്യന്തരം അല്ലേ? അപ്പൊ അതൊക്കെ കേരളത്തിന് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് CPM-ന് ശൈലജ ടീച്ചറിനെ ഇനി എത്ര ഒരു വിത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ജീവൻ പോലെ ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ പിണറായി വിജയൻ എന്തുമാത്രം ശ്രമിച്ചെന്നുള്ള കാര്യം. അതായത് അവരുടെ നാട്ടിലെ അവരുടെ മണ്ഡലം മട്ടന്നൂര് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ആഘോഷിച്ച കേരള യാത്ര, നവകേരള യാത്ര നടക്കുമ്പോ അയാളെ അക്ഷമനായി സ്റ്റേജിൽ ടീച്ചറിന്റെ വർത്തമാനം ഇച്ചിരി ഒന്ന് കൂടിപ്പോയി. അതിനെ ടീച്ചർ ആ ആൾക്കാരെ മുമ്പ് വെച്ച് അദ്ദേഹം അധിക്ഷേപിച്ചിട്ടുണ്ട്. ഈ വിജയേട്ടൻ എന്ന് അവർ വിളിക്കുന്ന പിണറായി വിജയൻ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എത്ര തന്നെ സൈഡ് ലൈൻ. ഇപ്പം വിജയൻ എടുത്ത് പറഞ്ഞു അത് ചെയ്യില്ല, നടക്കും. അത് നടക്കാനാണ് സാധ്യത. ഇത് CPM-നകത്ത് ചിന്ത എന്നേ തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയൻ ഇന്ന് അമേരിക്ക പോയി എന്തിനെന്നറിയാമോ? അടുത്ത 6 മാസത്തിന് കഴിഞ്ഞാലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് എനർജി വേണം. അദ്ദേഹത്തിന് വീണ്ടും പോസ്റ്ററിൽ പടം വേണം. നയിക്കാനായി ഞാൻ ഇതാ റെഡി, എന്റെ എനർജി ബൂസ്റ്റിങ്ങിനാണ് ഞാൻ പോയിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? പിണറായി വിജയൻ ഇന്നലെ അമേരിക്ക പോയല്ലോ. ഈ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ. ഈ കോടിയേരി ബാലകൃഷ്ണൻ തലസ്ഥാനത്ത് AK സെന്ററിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ബോഡി എത്ര സമയം വെച്ച് വന്നിരുന്നോ? AK സെന്ററിൽ കൊണ്ടുവന്നോ? എന്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല. AK സെന്ററിൽ എത്ര സമയം? അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ മന്ത്രിയായിരുന്ന ഒരാളാണ്. കണ്ണൂർ രാജ്യാവനം കൊണ്ടുപോയിട്ട് അവിടെ തന്നെ അങ്ങ് പെട്ടെന്ന് എല്ലാ കർമ്മവും കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് അദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിലോ എവിടെ അന്നും അദ്ദേഹം പോയല്ലോ. അപ്പൊ അത്ര കമ്മിറ്റ്മെന്റേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം ഇപ്പൊ പോയിരിക്കുന്നത് തന്റെ ശരീരത്തിന്റെ അവശതകൾ മാറ്റിയിട്ട് അടുത്ത് നമ്മൾ യയാതി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, യയാതി എന്ന് പറഞ്ഞാൽ എന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്നല്ലേ. അപ്പൊ അത് അത്തരത്തിൽ എനർജി ബൂസ്റ്റിങ്ങിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പക്ഷെ ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പൊ ശൈലജ ടീച്ചറിന് ഞാൻ പറയുന്ന ഇവരുടെ ഒരു തന്ത്രം ഉണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞു കേട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരിടമുണ്ട്. അത് ഇവിടെയാണ്. അതായത് 2016 അവര് അച്യുതാനന്ദനെ കാണിച്ച് വോട്ട് പിടിച്ചിട്ട് അതുപോലെ അവർ ശൈലജ ടീച്ചറിന്റെ മുഖം ഒരുപക്ഷെ യൂസ് ചെയ്തേക്കും അടുത്ത ഇലക്ഷനിൽ. പക്ഷെ ഒരിക്കലും ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും ചേട്ടൻ വയ്ക്കേണ്ട. അതൊരിക്കലും നടക്കില്ല. കാരണം മുഹമ്മദ് റിയാസ് എന്താ പറയാ കാത്തിരിക്കുന്നത്, മുഹമ്മദ് റിയാസ് വാങ്ങി വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ടുപോയി കാട്ടിൽ കളയാൻ പറയുന്നതിന് തുല്യമാണ്. അതൊരിക്കലും നടക്കില്ല. അതൊരിക്കലും സംഭവിക്കില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാര്യം വെച്ചാൽ മുഹമ്മദ് റിയാസ് ഡയറക്ട്ലി മുഖ്യമന്ത്രി ആവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അടുത്ത ഭരണം CPM പിടിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഏതുപോലെയെന്ന് പറഞ്ഞാൽ 2002 AK ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നതുപോലെ ഇതാണ് ഇവരുടെ പ്ലാൻ. മുഹമ്മദ് റിയാസിനെ ഒരിക്കലും അങ്ങനെ പൊങ്ങി വരാൻ സമ്മതിക്കില്ല. കാരണം MP രാജേഷ്, രാജീവ് തുടങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർ പിണറായി വിജയൻ മരിക്കണം. പിണറായി വിജയൻ ഇനിയിപ്പോ നമ്മൾ കേട്ടിട്ടുള്ള മുഖം ബാലഗോപാലിനെയാണ്. ബാലഗോപാലാണ് അടുത്ത ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് പറഞ്ഞു കേട്ട മുഖം. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ചില സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം അനുസരിച്ച് പാർട്ടിക്കകത്ത് ശൈലജ വീണ്ടും ചർച്ചയാകും. KK ശൈലജ ചർച്ചയാകും കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ എന്ന രീതിയിൽ. ഗോവിന്ദനൊക്കെ ഇനിയിപ്പോൾ കേസൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഗോവിന്ദൻ്റെയൊക്കെ ഈ പെട്രോൾ ബങ്കിലെ കേസൊക്കെ ഉണ്ടല്ലോ. ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഈ ടേം പോലും ചിലപ്പോൾ പൂർത്തിയാക്കത്തില്ല. കാരണം ഈ ഭരണം പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഭരണം പോകുന്നതിന് ഇന്നലെ ഗോവിന്ദൻ്റെ പ്രസ്താവനകളൊക്കെ എന്തൊക്കെയായിരുന്നു? എല്ലാവർക്കും ഉള്ള പോലെയുള്ള ബാധ്യതയെ ഇവർക്കുള്ളതാണോ? ആർക്ക്? ഈ വീണ ജോർജിനുള്ളതാണോ? ഇവര് എന്തുകൊണ്ടാ നമ്മുടെ അല്പം മുമ്പ് നമ്മുടെ സംസാരിച്ച രാജഗോപാൽ എന്ന് പറയുന്ന സാറ് പറഞ്ഞതുപോലെ വീണ ജോർജ് ഇപ്പൊ രാജിവെക്കണ്ട. വീണ ജോർജ് രാജിവെച്ചാൽ ചിലപ്പോൾ മുങ്ങി വീണ കപ്പൽ, അവർ പറഞ്ഞല്ലോ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. ആ സാറ് പറഞ്ഞത് സാർ ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ മുങ്ങിപ്പോകാൻ പോയ കപ്പലിൽ നിന്ന് ക്യാപ്റ്റൻ ചാടിപ്പോയി എന്നൊരു വാർത്ത കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ചുരുക്കെടുത്ത് ഇത്രയേ ഉള്ളൂ. KK ശൈലജയെ എത്ര തന്നെ പിണറായി വിജയനും കണ്ണൂരിലെ ചില സംഘവും മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും വിജയ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ സമ്മതിക്കുന്നു. കാര്യം ഗൗരിയമ്മയെ കാണിച്ചാണ്
അന്ന് ഇവര് കേരളത്തിൽ കേരം തിങ്ങും കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിച്ചിടും എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. മാതൃഭൂമിയിൽ ഒരു ചിത്രം ഗൗരിയമ്മയുടെ, എന്റെ കുട്ടി പ്രായത്തിലാണ്, 87 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ചിത്രം, ഒരു ചിത്രം കൊടുത്തിട്ട് ഇങ്ങനെ വരുന്ന പടം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഗൗരിയമ്മ ജയിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ അവരെ മാറ്റിയിട്ട് ഈ പറയുന്ന VS കൂടെ ചേർന്നുകൊണ്ടാണ് ഗൗരിയമ്മയെ മാറ്റിയിട്ട് നയനാരെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നത്. പാർട്ടി തീരെ അന്ന് നയനാര് പിന്നെ MLA പോലുമല്ല. എന്നിട്ട് അദ്ദേഹം പിന്നീട് മത്സരിച്ചാണ് MLA ആകുന്നത്. തൃക്കരിപ്പൂർ മത്സരിച്ച് MLA ആയി മുഖ്യമന്ത്രിയാകും. അപ്പോ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പിണറായി വിജയൻ പറയുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല എന്ന് പറയുമ്പോഴും KK ശൈലജ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് ഇവിടെ പറയാതെ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം ഇതൊരു മലർപ്പുഴക്കാരന്റെ സ്വപ്നം എന്ന രീതി പറയുന്നതല്ല. ശൈലജയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്നാണ് നമ്മുടെ ഈ സംസാരത്തിലൂടെ നാം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്.